ഇതുപോലെ നോർമൽ ഐബ്രോ പെൻസിൽ വെച്ച് വരച്ചിട്ട് ഒട്ടും ശരിയാകുന്നില്ല, ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ വരച്ച് ബോറടിച്ച് തുടങ്ങിയെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ഈ കാണിക്കുന്നത്. ഇതൊരു ഐബ്രോ സ്ട്രോക്ക് പെണ്ണാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ നിബ്ബ് വരുന്നത് കേട്ടോ. നമുക്ക് സ്ട്രോക്സ് ആയിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ടും നാച്ചുറലായിട്ട് നമുക്ക് എത്ര അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇത് ഒരു സൈഡിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡ് ഞാനിപ്പോൾ വരച്ച് കാണിക്കാം ഞാൻ എങ്ങനെയാണ്. ഇതുപോലെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തു. ഒന്ന് ഷേപ്പ് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അങ്ങനെ ആ ഒരു ഷേപ്പ് നമുക്ക് ഔട്ട്ലൈനായിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഐബ്രോ സ്ട്രോക്ക് പെൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. നമ്മുടെ ഐബ്രോസിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണോ അതേ രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. മേളിൽ നിന്ന് താഴേക്കോ ആയിട്ട് അല്ലെങ്കിൽ താഴെ നിന്ന് മേളിലോ ആയിട്ടൊക്കെ നമുക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മുടെ പിരികത്തിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണോ അതേപോലെ നമുക്ക് ഇത് വരച്ചു കൊടുക്കുക കേട്ടോ. നല്ല ഈസി ആയിട്ട് നല്ല നാച്ചുറൽ ബ്ലാക്കാണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. നമുക്ക് പല കളേഴ്സിലും ബ്രൗൺ ഷെയ്ഡിലും ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണോ നിങ്ങളുടെ പിരികത്തിന് വേണ്ടത് ആ ഒരു ഷെയ്ഡ് വാങ്ങി നമുക്കിതുപോലെ പിരികം നല്ല നാച്ചുറലായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മൾ ആയിരങ്ങൾ മുടക്കി മൈക്രോ ബ്ലേഡിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു സ്ട്രോക്ക് പെൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പിരികം ഇതുപോലെ നാച്ചുറലായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ഈവനിങ് ഒരു രാവിലെ വരച്ച് നമുക്ക് ഈവനിങ് വരെ ഒട്ടും സ്മഡ്ജ് ആകാണ്ട് ഒട്ടും സ്പ്രെഡ് ആകാണ്ടൊക്കെ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ഇരിക്കും. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് വാങ്ങി നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.